സമയം കൊച്ചുവെളുപ്പംകാലം 3:45. റിയാദിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ട് 8 മണിക്കൂർ ലേവർ ആഘോഷിക്കാൻ പോവാണ്. നിരന്ന് കിടക്കുന്ന ചെയർസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും കിടന്നുറങ്ങാനുള്ള വമ്പം പ്ലാനിങ് ആയിരുന്നെങ്കിലും ഒന്നും ഇല്ല. സാധാരണ ഇങ്ങനെ സംഭവിക്കേണ്ടാത്തതാണ്, പക്ഷെ ചിലപ്പോ പീരീഡ്സിന്റെ അൺകംഫോർട്ടബിലിറ്റി ആയിരിക്കും. ഇവിടെ 6 മണി ആയപ്പോഴത്തേക്കും സൺറൈസ് വന്നുള്ള ഒരു ബോധം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കുറച്ചേരം ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്റെ ആദ്യം ഇവിടെ അങ്ങ് വന്നാൽ മതിയായിരുന്നു. എന്തൊരു എന്റർടൈൻമെന്റ് ആണെന്നോ. എനിക്കാണെങ്കിൽ കുറച്ച് ബഹളൊക്കെ ഉണ്ടെങ്കിലാണ് ഉറങ്ങാൻ സുഖം. പിന്നെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആയി കണ്ടപ്പോഴത്തേക്ക് വീട്ടിലേക്ക് നമുക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങി കൊച്ചിയിലേക്ക് നൈസ് ആയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. നല്ലൊരു ഉറക്കം പാസ്സാക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഫ്ലൈറ്റ് പൊങ്ങിയതും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലത്തെ പീക്രികളുടെ നിലവിളി. ചിക്കനും ചോറും വന്നു ഗൈസ്. ഇതിന്റെ കൂടെ ഒരു ഡെസേർട്ട് കിട്ടിട്ടോ, പാലട പോലത്തെ ഒരു സാധനം. പക്ഷെ എന്താ ഒരു ടേസ്റ്റ് അറിയോ? ഇതിന്റെ ഒരു പേര് കിട്ടാൻ ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തായാലും ആ സാധനം കൂടെ ഏറ്റു നന്നായിട്ട് കിറങ്ങി ഉറങ്ങി എണ്ണീറ്റപ്പോഴത്തേക്കും എന്തൊരു ഫീൽ ആയിരുന്നു അറിയോ. ഇനിയുള്ള കുറച്ചു നേരം അപ്പുറത്തിരിക്കുന്ന നമ്മുടെ പാലക്കാട് രമേശ് ചേട്ടനുമായിട്ട് കഥ പറഞ്ഞിരിക്കാം. ഞാൻ 20 ദിവസത്തേക്കും ആള് 120 ദിവസത്തേക്കുമാണ് ലീവ് പോകുന്നത്. എന്തായാലും നാട്ടിലിപ്പോ സൺസെറ്റ് ടൈമാണ്. അപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കാണാവേ.